തിരുമംഗലം എന്ന ആ കൊച്ചു ഗ്രാമത്തിലെ പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരിൽ വാടിയ പൂമാലയിട്ട ഒരു ഫോട്ടോ കഴിഞ്ഞ 5 വർഷമായി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിനു താഴെ കറുത്താക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച സുബേദാർ സിദ്ധാർത്ഥിന് ആദരാഞ്ജലികൾ. ആ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഓർമ്മയായിരുന്നു. അഭിമാനത്തോടെ അവർ പറഞ്ഞു കേൾപ്പിച്ചിരുന്ന ഒരു വീരകഥയായിരുന്നു അത്. എന്നാൽ ഫ്രെയിമിലാക്കപ്പെട്ട ആ ചിത്രത്തിന് പുറത്ത് രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനായി അവൻ അപ്പോഴും ശ്വസിക്കുന്നുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ശീതകാലത്തിന്റെ മരവിപ്പിക്കുന്ന പ്രഭാതത്തിലാണ് തിരുമംഗലം ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ആ സൈനിക വാഹനങ്ങൾ ആർത്തലച്ചെത്തിയത്. മൂടൽമഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ലാത്ത ആ ഇടവഴികളിലൂടെ ചരൽക്കല്ലുകളെ ചതച്ചരച്ചുകൊണ്ട് 3 ആർമി ജീപ്പുകൾ ഇരമ്പിയെത്തി. ഏറ്റവും മുന്നിലുള്ള ജീപ്പിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൻ ഇരിപ്പുണ്ടായിരുന്നു സിദ്ധാർത്ഥ്. ഒരിക്കൽ ഗ്രാമത്തിലെ ഏറ്റവും സുമുഖനായ ചെറുപ്പക്കാരൻ. എന്നാൽ ഇന്ന് അവന്റെ മുഖത്ത് ആ പഴയ ചിരിയില്ല. ശത്രുപാളയത്തിലെ ക്രൂരമായ മർദ്ദനങ്ങളുടെ ബാക്കിപത്രമായി കവിളിലും നെറ്റിയിലും ആഴത്തിലുള്ള മുറിവുണങ്ങിയ പാടുകൾ, ഇരുണ്ട കുഴിഞ്ഞ കണ്ണുകൾ. മരണത്തെ മുഖാമുഖം കണ്ടവന്റെ നിർവികാര്യതയായിരുന്നു ആ മുഖത്ത്. 5 വർഷങ്ങൾക്ക് മുൻപ് അതിർത്തിയിലെ മഞ്ഞുമലകളിൽ നടന്ന ആ ചതിപ്രയോഗം സിദ്ധാർത്ഥിന്റെ ഓർമ്മകളിൽ ഒരു പേടി സ്വപ്നം പോലെ മിന്നിമറഞ്ഞു. കൊടും തണുപ്പിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ ശത്രുക്കൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. കൂട്ടുകാർ വെടിയേറ്റ് വീഴുന്നത് കണ്ടപ്പോൾ അവരെ രക്ഷിക്കാൻ മുന്നോട്ട് കുതിച്ചതാണ് സിദ്ധാർത്ഥ്. കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടെ തൊട്ടടുത്ത് ഒരു മോർട്ടാർ ഷെൽ പൊട്ടിത്തെറിച്ചു. കണ്ണിൽ തുളച്ചു കയറുന്ന ഒരു വെളിച്ചം, പിന്നെ എങ്ങും കൂരിരുട്ട്. പിന്നീട് അവൻ ഉണരുന്നത് അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളുടെ ഒരു തടവറയിലാണ്. വെളിച്ചം കടക്കാത്ത സിമന്റ് തറയുള്ള ഒരു തണുത്ത ഇരുട്ടറ. ഓരോ ദിവസവും അവർ അവനെ ചോദ്യം ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു. കാൽനഖങ്ങൾ പിഴുതെടുക്കപ്പെട്ടു. ദിവസങ്ങളോളം പട്ടിണി കിടന്നു. ഭ്രാന്ത് പിടിക്കുന്ന ആ ഏകാന്തതയിൽ ജീവൻ വെടിയാമായിരുന്നിട്ടും അവൻ പിടിച്ചു നിന്നു. കാരണം ആ ഇരുട്ടറയിലെ ചുമരുകളിൽ അവൻ തന്റെ ചോര കൊണ്ട് 2 പേരുകൾ കോറിയിട്ടിരുന്നു: ഭദ്ര, കണ്ണൻ. അവന്റെ പ്രാണനായ ഭാര്യ ഭദ്ര, പിന്നെ ജന്മന അരയ്ക്കു താഴെ തളർന്നു പോയ അവന്റെ ഇളയ അനുജൻ കണ്ണൻ. അച്ഛനും അമ്മയും മരിച്ചതിനു ശേഷം ആ അനിയനെ ഒരു പോറൽ പോലും ഏൽക്കാതെ വളർത്തിയത് സിദ്ധാർത്ഥായിരുന്നു. വിവാഹാലോചനയുമായി ചെന്നപ്പോൾ അവൻ ഭദ്രയോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ: എന്റെ അനിയൻ ഒരിക്കലും നടക്കില്ല. അവന് സ്വന്തമായി ഒന്നും ചെയ്യാനും കഴിയില്ല. എന്റെ ഭാര്യയാകുന്നവൾ അവനൊരു അമ്മ കൂടിയാകണം. അവന് നിനക്ക് സഹിക്കാൻ കഴിയുമോ? അന്ന് അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങൾ സമാധാനമായി രാജ്യത്തെ കാക്കുക. ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഏറ്റു. നിങ്ങളുടെ അനിയൻ ഇന്നു മുതൽ എന്റെ മൂത്ത മകനാണ്. ആ വാക്കുകളായിരുന്നു ശത്രുവിന്റെ ചാട്ടവാറടികൾ കൊള്ളുമ്പോഴും സിദ്ധാർത്ഥിന് വേദന മറക്കാൻ കരുത്തു നൽകിയത്. ഇന്ന് മരണത്തിന്റെ താഴ്വരയിൽ നിന്നും താൻ തിരികെ വന്നിരിക്കുന്നത് ആ സ്നേഹനിധിയായ ഭാര്യയെയും അനിയനെയും ഒരു നോക്ക് കാണാനാണ്. ഈ 5 വർഷം അവൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ടാകും? ആ ചിന്ത അവന്റെ നെഞ്ചിൽ ഒരു വലിയ ഭാരമായി മാറി. സൈനിക വാഹനങ്ങൾ ഗ്രാമത്തിലെ ആൽത്തറയ്ക്ക് സമീപം ബ്രേക്കിട്ട് നിന്നു. വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ട് ഗ്രാമവാസികൾ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തി. അസാധാരണമായ ആ കാഴ്ച കണ്ട് ആളുകൾ പകച്ചു നിന്നു. ജീപ്പിന്റെ വാതിൽ തുറന്ന് സിദ്ധാർത്ഥ പുറത്തേക്കിറങ്ങി. അവന് പിന്നാലെ അവന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ രാമചന്ദ്രനും തോക്കേന്തിയ മറ്റു സൈനികരും പുറത്തിറങ്ങി. കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ നിന്ന പ്രായം ചെന്ന വേലായുധൻ നായർ സിദ്ധാർത്ഥിനെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു. ശ്വാസം നിലച്ചതുപോലെയും തോന്നി. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് നിലത്തു വീണ് ചിതറി. സിദ്ധു, നീ മരിച്ചില്ലേ? അദ്ദേഹത്തിന്റെ വിറയാർന്ന ശബ്ദം ആ ഗ്രാമത്തിലെ നിശബ്ദതയെ കീറി മുറിച്ചു. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു ഞെട്ടൽ കടന്നുപോയി. സ്ത്രീകൾ വായ്പൊത്തി പുറകോട്ട് മാറി. മരിച്ചെന്ന് കരുതി ഗവൺമെന്റ് നഷ്ടപരിഹാരം നൽകുകയും നാട്ടുകാർ ഒത്തുചേർന്ന് അടിയന്തരം നടത്തുകയും ചെയ്ത മനുഷ്യൻ ജീവനോടെ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ആ ജനക്കൂട്ടത്തിൽ തന്റെ ഭാര്യയെ പരതുകയായിരുന്നു. ഭദ്രയെയും കണ്ണനെയും അവിടെ എങ്ങും കണ്ടില്ല. അവന്റെ ഉള്ളിൽ ഒരു അജ്ഞാതമായ ഭയം പടർന്നു. അവൻ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി തന്റെ തറവാട്ട് വീടിന് നേരെ നടന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ദ്രവിച്ചു തുടങ്ങിയ ഒരു വലിയ ഇരുമ്പ് പൂട്ടായിരുന്നു. വീടിന്റെ പരിസരമാകെ കാട് പിടിച്ചു കിടക്കുന്നു. ഹൃദയം തകർന്ന സിദ്ധാർത്ഥ തിരിഞ്ഞോടി വന്ന് വേലായുധ നായരുടെ മുന്നിൽ നിന്നു. എവിടെ എന്റെ ഭദ്ര? എന്റെ അനിയൻ കണ്ണൻ എവിടെ? എന്റെ വീടെന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത്? അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് മുന്നിൽ ഗ്രാമം മുഴുവൻ തലകുനിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. അവരുടെ ആ നിശബ്ദത സിദ്ധാർത്ഥിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ മുന്നിൽ നിന്ന് ഒരാളുടെ കുപ്പായത്തിൽ കയറി പിടിച്ചു. പറയൂ, എന്തു പറ്റി അവർക്ക്? വേലായുധ നായർ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. ഞങ്ങളോട് ക്ഷമിക്കണം മോനെ. ഞങ്ങൾ വലിയ പാപികളാണ്. നീ മരിച്ചെന്ന വാർത്ത വന്നപ്പോൾ സർക്കാരിൽ നിന്ന് നിന്റെ പേര് വലിയൊരു തുക വന്നിരുന്നു. അത് മുഴുവൻ നിന്റെ അമ്മാവൻ പത്മനാഭൻ ചതിയിലൂടെ തട്ടിയെടുത്തു. അയാൾക്ക് നിന്റെ തളർന്നുപോയ അനിയനെ പോറ്റാൻ വയ്യായിരുന്നു. നീ മരിച്ചെന്നറിഞ്ഞ പിറ്റേ മാസം ആ കൊടും തണുപ്പുള്ള പാതിരാത്രിയിൽ അയാൾ നിന്റെ അനിയനെയും ഭാര്യയെയും ആ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടു. സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ചുവന്നു. അവന്റെ ശരീരമാസകളും വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട്
എവിടെ അവർ? അവൾ മറ്റൊരു വിവാഹം കഴിക്കാൻ കൂട്ടാക്കിയില്ല മോനെ. നിന്റെ അനിയനെ ഉപേക്ഷിക്കാനും അവൾ തയ്യാറായില്ല. ജീവൻ നിലനിർത്താൻ, നിന്റെ അനിയന്റെ വിശപ്പകറ്റാൻ ദാ ആ കാണുന്ന ചൂളയിൽ ഇഷ്ടിക കളത്തിൽ രാപ്പകൽ ഭേദമില്ലാതെ മണ്ണ് ചുമക്കുകയാണ് അവൾ. കഴിഞ്ഞ 5 വർഷമായിട്ട്. അദ്ദേഹം ദൂരേക്ക് വിരൽ ചൂണ്ടി. ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥന്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. താൻ രാജ്യത്തിനു വേണ്ടി ചോരയൊഴുക്കിയപ്പോൾ സ്വന്തം കുടുംബം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ വെയിലേറ്റുരുക്കി ഇഷ്ടിക ചുമക്കുന്നു. അവന് മറ്റൊന്നും കേൾക്കേണ്ടി വന്നില്ല. സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടവനെ പോലെ കരഞ്ഞുകൊണ്ട് അവൻ ആ ഇഷ്ടിക കളം ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അവന് പിന്നാലെ മേജറും സൈനികരും ഓടി. ആകാശത്ത് അപ്പോൾ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ഉച്ചക്കലിപ്പിന്റെ ചൂട് കാറ്റ് സിദ്ധാർത്ഥന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. തിരുമംഗലം ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ആ വിജനമായ മൺപാതയിലൂടെ അവൻ ഒരു ഭ്രാന്തനെ പോലെ ഓടുകയായിരുന്നു. കാലുകളിലെ ഭാരമേറിയ സൈനിക ബൂട്ടുകൾ അവനെ ഒട്ടും തളർത്തിയില്ല. കാരണം അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം അതിനേക്കാൾ എത്രയോ വലുതായിരുന്നു. നെറ്റിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികൾ അവന്റെ കണ്ണുകളെ നീറ്റിയെങ്കിലും അതൊന്നും അവൻ അറിഞ്ഞതേയില്ല. കിതപ്പോടെ ഓടുമ്പോഴും അവന്റെ മനസ്സിൽ മുഴുവൻ ഭദ്രയുടെ മുഖമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അവളോട് പറഞ്ഞ വാക്കുകൾ ഒരു വിലാപം പോലെ അവന്റെ കാതുകളിൽ മുഴങ്ങി. എന്റെ ജീവനുള്ള കാലത്തോളം നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീഴാൻ ഞാൻ സമ്മതിക്കില്ല ഭദ്ര. ഒരു രാജ്ഞിയെ പോലെ ഞാൻ നിന്നെ നോക്കും. എന്നാൽ ഇന്ന് തന്റെ അതേ രാജ്ഞി ഈ ചുട്ടുപൊള്ളുന്ന വെയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മണ്ണു ചുമക്കുകയാണെന്ന സത്യം അവന്റെ ഹൃദയത്തെ ഒരു ഇരുമ്പു തണ്ട് കൊണ്ടെന്ന പോലെ കുത്തി നോവിച്ചു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന കറുത്ത പുകച്ചുരുളുകൾ അവൻ കണ്ടു. തിരുമംഗലത്തെ വലിയ ഇഷ്ടിക കളമാണത്. ചുട്ടുപഴുത്ത കളിമണ്ണും കരിയും ചേർന്നുള്ള ഒരു പ്രത്യേക ഗന്ധം ആ അന്തരീക്ഷത്തെ തളം കെട്ടി നിന്നിരുന്നു. നരകതുല്യമായ ആ ചുറ്റുപാടിലേക്ക് അടുക്കുന്തോറും സിദ്ധാർത്ഥന്റെ കാലുകളുടെ വേഗത കുറഞ്ഞു വന്നു. അവന്റെ നെഞ്ചിടിപ്പ് ഉച്ചത്തിലായി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ അവന് അനുഭവപ്പെട്ടു. വിശാലമായ ആ ഇഷ്ടിക കളത്തിൽ അങ്ങിങ്ങായി നിരവധി തൊഴിലാളികൾ വിയർപ്പിൽ കുളിച്ച് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ചുട്ടുപഴുത്ത ചൂളയിൽ നിന്നുള്ള ചൂട് അവിടെ നിൽക്കുന്നവരുടെ ചർമ്മത്തെ കരിയിച്ചു കളയുന്നത്ര ഭയാനകമായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ദൂരെ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തിൽ ഉടക്കി. ചുവന്ന കളിമണ്ണും കരിയും വിയർപ്പും കലർന്ന് ആകെ വികൃതമായ ഒരു രൂപം. നിറം മങ്ങി പലയിടത്തും കീറിപ്പറഞ്ഞ ഒരു പഴയ പരുത്തി സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. എണ്ണമയം കാണാത്ത അവളുടെ മുടിയിഴകൾ പാറിപ്പറഞ്ഞ വിയർപ്പിൽ ഒട്ടിപ്പിടിച്ച് മുഖത്തേക്ക് വീട് കിടക്കുന്നുണ്ടായിരുന്നു. ചൂളയ്ക്കരികിൽ നിന്നും ചുട്ടുപഴുത്ത ഇഷ്ടികകൾ എടുത്തു മാറ്റുന്ന ജോലിയായിരുന്നു അവൾ ചെയ്തിരുന്നത്. എന്നാൽ സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ആ ഇഷ്ടികകളിലോ അവളുടെ കീറിയ സാരിയിലോ ആയിരുന്നില്ല. മറിച്ച് അവളുടെ പുറത്തേക്കാണ് അവന്റെ നോട്ടം നീണ്ടത്. കാഴ്ച കണ്ട അവന്റെ കണ്ണുകൾ വിടർന്നു. ഹൃദയത്തിന്റെ താളം ഒരു നിമിഷം നിലച്ചുപോയി. ഒരു പഴയ മുഷിഞ്ഞ തുണി കൊണ്ട് അവൾ തന്റെ പുറത്ത് ഒരാളെ വരിഞ്ഞു കെട്ടിയിരുന്നു. 20 വയസ്സോളം പ്രായമുള്ള അരയ്ക്ക് താഴെ ഒട്ടും ജീവനില്ലാത്ത ഒരു യുവാവ്. അത് കണ്ണനായിരുന്നു. താൻ ജീവന തുല്യം സ്നേഹിച്ച തളർന്നുപോയ തന്റെ സ്വന്തം ഇളയ അനുജൻ. അവനെ ആ ഒറ്റമുറി കുടിലിൽ തനിച്ചാക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ആരെങ്കിലും അവനെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ വിശപ്പും ദാഹവും സഹിച്ച് അവൻ അവിടെ കിടന്ന് കരഞ്ഞാലോ എന്നോർത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ അവൾ അവനെ എന്നും തന്റെ പുറത്തു കെട്ടി പണിക്ക് കൊണ്ടുവരുമായിരുന്നു. സഹിക്കാവുന്നതിനപ്പുറവും താപനിലയുള്ള ആ ചുട്ടുപൊള്ളുന്ന ഉച്ചവേലിൽ നല്ല ഭാരമുള്ള തന്റെ അനിയനെയും ചുമന്നുകൊണ്ടാണ് അവൾ ഓരോ ഇഷ്ടികയും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ കാലുകളിൽ ഒരു ജോഡി ചെരുപ്പുകൾ പോലും ഉണ്ടായിരുന്നില്ല. തീക്കനൽ പോലെയുള്ള ആ മണ്ണിൽ ചവിട്ടി അവളുടെ പാദങ്ങൾ വിണ്ടു കീറി കറുത്തിരുന്നു. ആ ആഴത്തിലുള്ള വിള്ളലുകളിൽ ചുവന്ന കളിമണ്ണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ദൂരെ നിന്ന് പോലും കാണാമായിരുന്നു. തുടർച്ചയായി പരുക്കൻ ഇഷ്ടികകൾ എടുക്കുന്നത് കൊണ്ട് അവളുടെ കൈവിരലുകൾ പൊട്ടി ചോര കിനിയുന്നുണ്ടായിരുന്നു. ആ മുറിവുകളിൽ മണ്ണും വിയർപ്പും ചേരുമ്പോഴുണ്ടാകുന്ന നീറ്റൽ അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഓരോ തവണ താഴേക്ക് കുനിഞ്ഞ് അവൾ ഇഷ്ടിക എടുക്കുമ്പോഴും പുറത്ത് കെട്ടിവെച്ചിരിക്കുന്ന കണ്ണന്റെ ഭാരം അവളുടെ നട്ടലിനെ രണ്ടായി ഒടിക്കുന്നത് പോലെ അവൾക്ക് വേദനിച്ചു. വേദന കൊണ്ട് അവൾ പതുക്കെ ഞെരുങ്ങുകയും കീറിയ സാരിത്തുമ്പ് കൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും തന്റെ ജോലി തുടരുകയും ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ദൂരെ തണലിൽ നിൽക്കുന്ന മേസ്ത്രി പണി പതുക്കെയാണെന്ന് പറഞ്ഞ് അവൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. ഈ ഹൃദയഭേദകമായ കാഴ്ച സിദ്ധാർത്ഥന്റെ സകല നിയന്ത്രണങ്ങളെയും തച്ചുടച്ചു. ശത്രുക്കളുടെ തടവറയിൽ ദിവസങ്ങളോളം കൊടിയ മർദ്ദനങ്ങൾ ഏറ്റിട്ടും കാൽനഖങ്ങൾ പിഴുതെടുക്കപ്പെട്ടിട്ടും ഒരു തുള്ളി കണ്ണുനീർ പോലും ഒഴുക്കാതെ മരണം മുന്നിൽ വന്നപ്പോഴും നെഞ്ചു വിരിച്ചു നിന്ന ആ ധീരനായ സൈനികൻ സ്വന്തം നാടിന്റെ മണ്ണിൽ മുട്ടുകുത്തി വീണു. ചുട്ടുപൊള്ളുന്ന ആ ചുവന്ന മണ്ണിലേക്ക് ഇരു കൈകളും കുത്തി. തന്റെ മുഖം മറച്ചുകൊണ്ട് അവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ഇഷ്ടികക്കളത്തിലെ ആ വലിയ ബഹളങ്ങൾക്കിടയിലും സിദ്ധാർത്ഥന്റെ ആർത്തനാദം അവിടെ മുഴങ്ങിക്കേട്ടു. അത് കേവലം ഒരു കരച്ചിലായിരുന്നില്ല. വർഷങ്ങളായി താൻ അനുഭവിച്ച വേദനകളേക്കാൾ വലിയ വേദന
തന്റെ കുടുംബം അനുഭവിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ഒരു പുരുഷന്റെ നിസ്സഹായതയുടെ വിലാപമായിരുന്നു അത്. ഈ സമയത്താണ് സിദ്ധാർത്ഥിന് പിന്നാലെ മേജർ രാമചന്ദ്രനും സൈനികരും അവിടേക്ക് ഓടിയെത്തിയത്. കിതപ്പോടെ അവിടെ എത്തിയ അവർ മുന്നിൽ കണ്ട കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. തോക്കുകളിൽ നിന്നും വെടിയുണ്ടകൾ ചീറിപ്പായുന്ന യുദ്ധഭൂമിയിൽ സ്വന്തം സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴും പതറാത്ത ആ സൈനികരുടെ കണ്ണുകൾ ഈ കാഴ്ചയ്ക്ക് മുന്നിൽ നിറഞ്ഞൊഴുകി. അനേകം യുദ്ധങ്ങൾ നയിച്ച കാർക്കശ്യക്കാരനായ മേജർ രാമചന്ദ്രൻ തന്റെ സൈനിക തൊപ്പി പതുക്കെ ഊരിമാറ്റി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ ആ ചുവന്ന മണ്ണിൽ പതിച്ചു. അതൊരു സാധാരണ സ്ത്രീയല്ലെന്ന് അവർക്ക് മനസ്സിലായി. രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികന്റെ അഭാവത്തിൽ അവന്റെ അവസാനത്തെ ഓർമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി ലോകത്തോടും പട്ടിണിയോടും യുദ്ധം ചെയ്യുന്ന ഒരു യഥാർത്ഥ പോരാളിയായിരുന്നു അവൾ. ലോകത്തിലെ ഏത് ആധുനിക ആയുധത്തെക്കാളും മൂർച്ചയുണ്ടായിരുന്നു ആ സൈനികന്റെ ഭാര്യയുടെ ഇച്ഛാശക്തിക്ക്. സിദ്ധാർത്ഥ് പതിയെ എഴുന്നേറ്റു. അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണീരുണങ്ങാത്ത കണ്ണുകളോടെ വേച്ചുപോയ കാലുകളുമായി അവൻ ആ സ്ത്രീ രൂപത്തിനടുത്തേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. അവളുടെ പിന്നിലെത്തുന്നതുവരെ അവൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല. മേസ്ത്രിയുടെ ചീത്തവിളികൾക്കും ചൂളയിലെ ശബ്ദങ്ങൾക്കുമിടയിൽ മറ്റൊന്നും അവൾ കേൾക്കുന്നുമുണ്ടായിരുന്നില്ല. ചൂളയിലെ തീജ്വാലകളിൽ നിന്നും ഉയർന്നു വരുന്ന ഉഷ്ണം വായുവിൽ അലയിടിച്ചു കൊണ്ടിരുന്നു. മേസ്ത്രിയുടെ അസഭ്യവർഷങ്ങളും ഇഷ്ടികകൾ കൂട്ടിയിടുന്നതിന്റെ ശബ്ദങ്ങളും ആ അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കിയിരുന്നു. എന്നാൽ സിദ്ധാർത്ഥിന് അതൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ലോകം ആ ഇഷ്ടികക്കളത്തിൽ കീറിയ സാരി എടുത്തു നിൽക്കുന്ന ആ മെലിഞ്ഞ സ്ത്രീരൂപത്തിൽ മാത്രമായി ചുരുങ്ങിയിരുന്നു. വിറയ്ക്കുന്ന കാലുകളോടെ അവൻ അവളുടെ തൊട്ടു പിന്നിലെത്തി നിന്നു. അവന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. തൊണ്ടയിൽ എന്തോ വലിയൊരു ഭാരം വന്ന് തടഞ്ഞതുപോലെ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ അവൻ പാടുപെട്ടു. സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ട അവൻ തന്റെ അവസാനത്തെ ജീവവായുവും സംഭരിച്ചുകൊണ്ട് വളരെ പതുക്കെ വിളിച്ചു, ഭദ്രേ. ആ ശബ്ദം വളരെ നേർത്തതായിരുന്നെങ്കിലും ഭദ്രയുടെ കാതുകളിൽ അതൊരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. ആ ഒരൊറ്റ വിളിയിൽ അവളുടെ ശരീരമാസകലം ഒരു ഞെട്ടൽ പോലെ കടന്നുപോയി. ചോരകിനിയുന്ന അവളുടെ കൈവിരലുകൾക്കിടയിൽ നിന്നും ചുട്ടുപഴുത്ത ആ ചുവന്ന ഇഷ്ടിക താഴേക്ക് ഊർന്നു വീണു. ഒരു നിമിഷം അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി. ശരീരം മുഴുവൻ മരവിച്ചുപോയി. കഴിഞ്ഞ 5 വർഷങ്ങളായി ഓരോ രാത്രിയിലും കണ്ണീരോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ സ്വപ്നങ്ങളിൽ മാത്രം കേട്ടിരുന്ന അതേ ശബ്ദം. കടുത്ത വേനൽ ചൂടും വിശപ്പും കാരണം തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണോ, അതോ തന്റെ ഉള്ളിലെ തീരാത്ത മോഹങ്ങൾ എന്തെങ്കിലും മിഥ്യാബോധം സൃഷ്ടിക്കുന്നതാണോ? അവൾ ഭയന്നു. വിറയ്ക്കുന്ന ശരീരത്തോടെ വളരെ പതുക്കെ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതെ, അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ആരുടെ ഓർമ്മകൾക്ക് മുന്നിലാണോ അവൾ തന്റെ യൗവനവും ജീവിതവും ഹോമിച്ചത്? ആർക്കു വേണ്ടിയാണോ ലോകത്തിന്റെ മുഴുവൻ കുത്തുവാക്കുകളും അപമാനങ്ങളും അവൾ സഹിച്ചത്? അയാളിതാ അവൾക്ക് മുന്നിൽ നിൽക്കുന്നു. അതേ സൈനിക യൂണിഫോം, അവൾക്ക് മാത്രം പരിചിതമായ അതേ കണ്ണുകൾ, സമയവും യാതനകളും നൽകിയ ചില മുറിവുകളുടെ പാടുകൾ ആ മുഖത്തുണ്ടെങ്കിലും അത് അവളുടെ ജീവന്റെ പാതിയായ സിദ്ധാർത്ഥ തന്നെയായിരുന്നു. ഒരു നിമിഷം ലോകം അവിടെ സ്തംഭിച്ചു നിൽക്കുന്നതായി അവൾക്ക് തോന്നി. ചുറ്റുമുള്ളതൊന്നും അവൾ അറിഞ്ഞില്ല. മേസ്തിരി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കാതുകളിൽ അത് പതിച്ചതേയില്ല. പെട്ടെന്ന് ഭദ്രയുടെ പുറത്ത് കെട്ടിവെച്ചിരുന്ന കണ്ണൻ സിദ്ധാർത്ഥിനെ കണ്ടു. അവന് വിശ്വസിക്കാനായില്ല. ആർത്തലച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഏട്ടാ, എന്റെ സിദ്ധുവേട്ടൻ വന്നു. ആ വിളി ഭദ്രയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ഉണങ്ങിയ ചുണ്ടുകൾ വിറച്ചു. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. മണ്ണും വിയർപ്പും ചോരയും പുരണ്ട തന്റെ പരുക്കൻ കൈകൾ അവൾ പതുക്കെ മുന്നോട്ട് നീട്ടി. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൾ സിദ്ധാർത്ഥന്റെ കവിളുകളിൽ സ്പർശിച്ചു. ആ ജീവന്റെ ചൂട് അവളുടെ വിരലുകളിലേക്ക് അരിച്ചു കയറിയതും അവളുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. 5 വർഷത്തെ അവളുടെ സഹനത്തിന്റെ അണക്കെട്ട് പൊട്ടിത്തകർന്നു. നിങ്ങൾ ജീവനോടെയുണ്ടോ? അവളുടെ തൊണ്ടയിൽ നിന്നും ഉയർന്ന ആ ചോദ്യം ഒരു വലിയ നിലവിളിയായി ആ ഇഷ്ടിക കളത്തിൽ മുഴങ്ങി. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ തൊഴിലാളികളുടെയും നെഞ്ചകം പിളർക്കുന്ന ഒരു വിലാപമായിരുന്നു അത്. സിദ്ധാർത്ഥ തന്റെ ബലിഷ്ഠമായ കൈകൾ കൊണ്ട് അവളെ മുറുകെ പുണർന്നു. ഉണ്ട് ഭദ്രേ, ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ തിരികെ വന്നു. എന്നോട് ക്ഷമിക്കടി. ഞാൻ വരാൻ ഒരുപാട് വൈകിപ്പോയി. ഒരു കൊച്ചുകുട്ടിയെ പോലെ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി അവളുടെ നെഞ്ചിൽ കെട്ടിപ്പൂട്ടിയിരുന്ന സങ്കടങ്ങളെല്ലാം ആ നിമിഷം കണ്ണീരായി പെയ്തിറങ്ങി. അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവൾ വാവിട്ട് കരഞ്ഞു. അവളുടെ കൈകളിലെ ചെളി അവന്റെ സൈനിക യൂണിഫോമിൽ പറ്റിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ വീണ്ടും എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷനാകുമോ എന്ന് ഭയന്നവളെ പോലെ അവൾ ആ കുപ്പായത്തിൽ മുറുകെ പിടിച്ചിരുന്നു. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? ഈ 5 വർഷം ഞാൻ അനുഭവിച്ച നരകം നിങ്ങൾക്കറിയാമോ? എല്ലാവരും എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞു. അലവലാതി എന്നും അലക്ഷ്മി എന്നും വിളിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി. എന്നാലും ഞാൻ തോറ്റുകൊടുത്തില്ല. നമ്മുടെ കണ്ണനെ ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചില്ല. ഞാൻ വാക്ക് പാലിച്ചു സിദ്ധുവേട്ട. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ കിതച്ചു. സിദ്ധാർത്ഥ് അവളുടെ മുഖം കയ്യിലെടുത്തു. ഒരിക്കൽ താൻ ചന്ദ്രൻ തൊട്ടുകൊടുത്തിരുന്ന ആ മൃദുവായ നെറ്റിത്തടം ഇന്ന് വെയിലേറ്റു കറുത്തിരിക്കുന്നു. അവൻ അവളുടെ കൈകളിലേക്ക് നോക്കി.
താൻ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന ആ ലോലമായ കൈകൾ ഇന്ന് കരിങ്കല്ല് പോലെ പരുക്കനായിരിക്കുന്നു. ഇഷ്ടിക ഉരഞ്ഞു തൊലി പൊട്ടി ചോരയൊലിക്കുന്ന ആ വിരലുകളിലേക്ക് നോക്കി അവൻ പൊട്ടിക്കരഞ്ഞുപോയി. ആ കൈകളിൽ അവൻ മാറി മാറി ചുംബിച്ചു. നീ വെറും ഒരു സ്ത്രീയല്ല ഭദ്രേ, നീ ഒരു ദേവിയാണ്. ശത്രുക്കളുടെ തടവറയിൽ കിടന്ന് ഇടികൊണ്ടിട്ടും ഞാൻ തളർന്നിട്ടില്ല. പക്ഷെ നിന്റെ ഈ കോലം കണ്ട് എന്റെ ചങ്ക് പൊട്ടുകയാണിപ്പോൾ. രാജ്യത്തിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്തപ്പോൾ എന്റെ കുടുംബത്തിനു വേണ്ടി നീ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവൻ അവളുടെ പിന്നിലേക്ക് നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ കണ്ണനെ അവളുടെ പുറത്ത് ബന്ധിച്ചിരുന്ന ആ പഴയ തുണിയുടെ കെട്ടുകൾ അവൻ അഴിച്ചു മാറ്റി. കണ്ണനെ വാരിയെടുത്ത് അവൻ തന്റെ നെഞ്ചോട് ചേർത്തു. 5 വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് കണ്ണൻ വിതുമ്പലോട് ചോദിച്ചു, ഏട്ടാ, ഇനി എന്റെ ഏട്ടത്തിക്ക് ഈ വലിയ കല്ലുകൾ ചുമക്കേണ്ടല്ലോ? ഇനി ആരും ഏട്ടത്തിയെ ചീത്ത വിളിക്കില്ലല്ലോ? ആ നിഷ്കളങ്കമായ ചോദ്യം സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം സൃഷ്ടിച്ചു. 5 വർഷത്തെ വേദനകൾക്കും അപമാനങ്ങൾക്കും പകരം ചോദിക്കാനുള്ള ഒരു തീജ്വാല അവന്റെ കണ്ണുകളിൽ അപ്പോൾ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവൻ പതിയെ തിരിഞ്ഞ് തന്നെ നോക്കി വിറച്ചു നിൽക്കുന്ന ആ മേസ്തിരിക്ക് നേരെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം എറിഞ്ഞു. കണ്ണന്റെ ആ നിഷ്കളങ്കമായ ചോദ്യം സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ആളിക്കത്തിച്ച അഗ്നിജ്വാല ഒരു കാട്ടുതീ പോലെ പടരുകയായിരുന്നു. അവൻ തിരിഞ്ഞ് ദൂരെ മാറി നിൽക്കുന്ന മേസ്തിരിക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ 5 വർഷത്തെ യാതനകളുടെയും തന്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച അപമാനങ്ങളുടെയും മുഴുവൻ പകയും നിറഞ്ഞു നിന്നിരുന്നു. സിദ്ധാർത്ഥിന്റെ കത്തുന്ന കണ്ണുകൾ കണ്ടതും ആ മേസ്തിരിയുടെ സർവ്വനാഡീഞരമ്പുകളും തളർന്നുപോയി. അയാൾ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അത്രയും നേരം അധികാരത്തിന്റെ ഗർവിൽ ഭദ്രയെ അസഭ്യം പറഞ്ഞിരുന്ന അയാളുടെ തൊണ്ടയിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. തന്റെ ജീവൻ അവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് അയാൾക്ക് തോന്നി. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അയാളുടെ നേർക്ക് ഒരടി മുന്നോട്ട് വെച്ചതും അവന് പിന്നിലായി ഒരു വലിയ ശബ്ദം മുഴങ്ങിക്കേട്ടു. അത് കമാൻഡിംഗ് ഓഫീസർ മേജർ രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോൾ കാർക്കശ്യമല്ല, മറിച്ച് വിവരിക്കാനാവാത്ത എന്തോ ഒരു വികാരമായിരുന്നു നേളിച്ചിരുന്നത്. അനേകം യുദ്ധഭൂമികളിൽ ശത്രുക്കളുടെ ചോര വീഴ്ത്തിയ ആ സൈനിക ഉദ്യോഗസ്ഥൻ വളരെ സാവധാനം മുന്നോട്ട് നടന്നു. അദ്ദേഹത്തിന്റെ പിന്നിലായി ആ ബറ്റാലിയനിലെ മുഴുവൻ സൈനികരും ആയുധങ്ങളോടെ അണിനിരന്നു. മേജർ രാമചന്ദ്രൻ തന്റെ സൈനിക തൊപ്പി തലയിൽ കൃത്യമായി വെച്ചു. യൂണിഫോം നേരെയാക്കി അറ്റൻഷൻ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്റെ പൂർണ്ണ ശബ്ദത്തിൽ അവിടെ മുഴങ്ങി കേൾക്കുമാറ് കമാൻഡ് നൽകി. ബറ്റാലിയൻ അറ്റൻഷൻ, സല്യൂട്ട്. ഒരു നിമിഷം ആ ഇഷ്ടികക്കളം ശ്വാസം അടക്കി പിടിച്ചു. ആ വലിയ മൈതാനത്ത് കൂടി നിന്ന തൊഴിലാളികളും ദൂരെ നോക്കി നിന്ന ഗ്രാമവാസികളും സ്തംഭിച്ചു പോയി. അവിടെ അണിനിരുന്ന ഓരോ സൈനികനും ഒരുമിച്ച് ആദരവോടെ തങ്ങളുടെ വലങ്കൈകൾ നെറ്റിയിലേക്ക് ചേർത്ത് സല്യൂട്ട് ചെയ്തു. ആ സല്യൂട്ട് തങ്ങളുടെ മേലുദ്യോഗസ്ഥനായ മേജറിനോടോ സുബേദാർ സിദ്ധാർത്ഥിനോടോ ആയിരുന്നില്ല, മറിച്ച് കീറിപ്പറിഞ്ഞ സാരിയെടുത്ത് ദേഹമാസകലം ചെളിയും ചോരയും പുരണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന ഭദ്രയ്ക്ക് നേരെയായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു കാഴ്ച അപൂർവമായിരിക്കും. രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ധീര ജവാന്മാർ ഒരു സാധാരണ സ്ത്രീക്ക് മുന്നിൽ ആദരവോടെ തലകുനിച്ചിരിക്കുന്നു. അതൊരു സാധാരണ സല്യൂട്ട് ആയിരുന്നില്ല. രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച ഒരു സൈനികന്റെ അഭാവത്തിൽ കൊടിയ ദാരിദ്ര്യത്തോടും സമൂഹത്തിന്റെ ക്രൂരതകളോടും ഒറ്റയ്ക്ക് പൊരുതി നിന്ന ഒരു യഥാർത്ഥ ധീര വനിതയ്ക്കുള്ള സൈന്യത്തിന്റെ ബിരുദദാനമായിരുന്നു അത്. ആധുനിക ആയുധങ്ങളേന്തി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലുതാണ് സ്വന്തം ഭർത്താവിന്റെ ഓർമ്മകളെയും തളർന്നു പോയ അവന്റെ അനിയനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സകല അപമാനങ്ങളെയും സഹിച്ച് ഈ ചുടുകട്ടകൾക്കിടയിൽ അവൾ നടത്തിയ പോരാട്ടമെന്ന് ആ സൈനികർ തിരിച്ചറിഞ്ഞു. ഭദ്രയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ ആശ്ചര്യത്തോടെയും അതിലേറെ ഭയത്തോടെയും ആ സൈനികരെ നോക്കി. ദൈവങ്ങളെ പോലെ അവൾ കണ്ടിരുന്ന, എക്കാലവും ബഹുമാനിച്ചിരുന്ന ആ കാക്കി കുപ്പായക്കാർ തനിക്ക് മുന്നിൽ ബഹുമാന പുരസ്സരം നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ചുറ്റും കൂടി നിന്ന ഇഷ്ടികക്കളത്തിലെ തൊഴിലാളികളുടെയും ഗ്രാമവാസികളുടെയും കണ്ണുകൾ ഈ കാഴ്ച കണ്ട് നിറഞ്ഞൊഴുകി. ഭദ്രയെ അലക്ഷ്മി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച പലർക്കും ഇപ്പോൾ കുറ്റബോധം കൊണ്ട് തലയുയർത്താൻ കഴിഞ്ഞില്ല. മുതലാളിയും മേസ്ത്രിയും അപമാനഭാരത്താൽ തലകുനിച്ചു നിന്നു. സിദ്ധാർത്ഥ തിരിഞ്ഞ് ഭദ്രയെ നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. അവൻ അവളുടെ ചെളിപുരുണ്ട വലതുകൈ തന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. മറുകൈ കൊണ്ട് അവൻ കണ്ണനെയും ചേർത്ത് പിടിച്ചു. വാ ഭദ്രെ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇനി ഈ ലോകത്ത് ആരും നിങ്ങളെ അനാഥനെന്ന് വിളിക്കില്ല. സിദ്ധാർത്ഥിന്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു കരുത്തുണ്ടായിരുന്നു. ആ ചുട്ടുപൊള്ളുന്ന ഇഷ്ടിക കളത്തിൽ നിന്നും രാജകീയമായ ഒരു പ്രൗഢിയോടെ അവർ 3 പേരും നടന്നു നീങ്ങി. അവർക്ക് കടന്നു പോകാനായി അവിടെ കൂടി നിന്ന ജനക്കൂട്ടം ആദരവോടെ വഴിമാറിക്കൊടുത്തു. പിന്നാലെ മേജറും സൈനികരും അവരെ അനുഗമിച്ചു. അവർ നേരെ ചെന്നത് ഭദ്രയെയും കണ്ണനെയും പാതിരാത്രിയിൽ ഇറക്കിവിട്ട സിദ്ധാർത്ഥിന്റെ അമ്മാവൻ പത്മനാഭന്റെ വലിയ വീടിന്റെ മുറ്റത്തേക്കാണ്. സൈനിക വാഹനങ്ങൾ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പത്മനാഭൻ പുറത്തേക്ക് വന്നു. മുന്നിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ ജീവനോടെ കണ്ട അയാളുടെ ബോധം മറയുന്നത് പോലെ തോന്നി. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് അയാൾ സിദ്ധാർത്ഥിന്റെ കാൽക്കൽ വീണു കരഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥ് അയാൾ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. മേജർ രാമചന്ദ്രൻ ഉടനടി പോലീസിനെ വിവരം അറിയിച്ചു. ഒരു സൈനികന്റെ പേരിൽ ഗവൺമെന്റ് നൽകിയ പണം തട്ടിയെടുത്തതിനും
കുടുംബത്തെ പീഡിപ്പിച്ചതിനും പത്മനാഭനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അയാളുടെ കണ്ണുനീരിനോ യാചനകൾക്കോ അവിടെ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് സൈനികരുടെ സഹായത്തോടെ തന്നെ സിദ്ധാർത്ഥ തന്റെ തറവാട്ട് വീടിന്റെ പൂട്ടുകൾ പൊളിച്ചു. 5 വർഷമായി ആൾപ്പാർപ്പില്ലാത്ത കാട് പിടിച്ചു കിടന്ന ആ വീടിന്റെ മുറ്റം ഗ്രാമവാസികൾ തന്നെ മുൻകൈയെടുത്ത് വെട്ടിത്തെളിച്ചു. വർഷങ്ങൾക്കു ശേഷം ഭദ്ര വീണ്ടും ആ വീടിന്റെ പടിവാതിലേക്ക് വലതുകാൽ വെച്ച് കയറി. അന്ന് അവൾക്ക് അനുഭവപ്പെട്ട ശാന്തത പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. തന്റെ നഷ്ടപ്പെട്ടു പോയ സ്വർഗം തിരികെ കിട്ടിയതുപോലെ അവൾക്ക് തോന്നി. 5 വർഷത്തെ കണ്ണുനീരിനും യാതനകൾക്കും ശേഷം ആ വീടിന്റെ അടുക്കളയിൽ അന്ന് വീണ്ടും തീ പുകഞ്ഞു തുടങ്ങി. എന്നാൽ തീയിൽ സങ്കടങ്ങളുടെ ഗന്ധമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും മധുരമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ പകൽ ആ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു. എന്നാൽ രാത്രിയായപ്പോഴേക്കും തിരുമംഗലം ഗ്രാമം മുൻപെങ്ങുമില്ലാത്ത വിധം ശാന്തമായി. കാടുപിടിച്ചു കിടന്നിരുന്ന സിദ്ധാർത്ഥന്റെ തറവാട്ട് വീട്ടിൽ അന്ന് വീണ്ടും വെളിച്ചം തെളിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആ വീടിന്റെ അടുക്കളയിലെ മണ്ണടുപ്പിൽ തീ എരിഞ്ഞു. എന്നാൽ അന്ന് അടുപ്പിൽ തീ കത്തിച്ചതും ഭക്ഷണം പാകം ചെയ്തതും ഭദ്രയായിരുന്നില്ല, അത് സിദ്ധാർത്ഥ ആയിരുന്നു. സ്വന്തം കൈകൾ കൊണ്ട് അവൾക്കും കണ്ണനും ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് ശത്രുവിന്റെ തടവറയിലെ കൊടിയ പട്ടിണിയിൽ ഒരു പിടി അന്നത്തിനു വേണ്ടി താൻ അനുഭവിച്ച യാതനകളും ഒരു നേരത്തെ ആഹാരത്തിനായി ചുട്ടുപൊള്ളുന്ന വേലിൽ ഭദ്ര ഒഴുക്കിയ വിയർപ്പും ആ രാത്രിയിലെ ആഹാരത്തിന് അമൃതിന്റെ സ്വാദ് നൽകി. കണ്ണന്റെ മുഖത്തെ ആ പഴയ നിഷ്കളങ്കമായ ചിരി തിരിച്ചു കിട്ടിയത് കണ്ടപ്പോൾ സിദ്ധാർത്ഥന്റെ ഹൃദയത്തിലെ ഭാരം മുഴുവനായും ഇറക്കി വെക്കപ്പെട്ടതുപോലെ അവന് തോന്നി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വരാന്തയിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ സിദ്ധാർത്ഥ് ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ഒരു ചിരട്ടയിൽ അല്പം ചൂടുവെള്ളവും ഒരു തുണിക്കഷ്ണവും അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ കേട്ടില്ല. അവളുടെ വിണ്ടുകീറിയ പാദങ്ങളും പൊട്ടിയൊലിക്കുന്ന കൈവിരലുകളും അവൻ തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ആ ചൂടുവെള്ളം കൊണ്ട് അവൻ ഭദ്രയുടെ മുറിവുകൾ മൃദുവായി കഴുകി വൃത്തിയാക്കി. ഒരു പഞ്ഞിക്കഷ്ണത്തിൽ മരുന്നെടുത്ത് വളരെ പതുക്കെ അവൻ ആ മുറിവുകളിൽ പുരട്ടാൻ തുടങ്ങി. ചുടുകട്ടകൾ ഉരഞ്ഞു തൊഴിപ്പോയ ആ വിരലുകളിൽ മരുന്ന് പുരട്ടുമ്പോൾ വേദന കൊണ്ട് അവൾ നേരിയതായി പുളയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈകളിലേക്ക് വീണുകൊണ്ടിരുന്നു. അവൻ ഗദ്ഗതത്തോടെ പറഞ്ഞു, ഭദ്രേ, അതിർത്തിക്കപ്പുറത്തെ ആ ഇരുട്ടറയിൽ വെച്ച് ശത്രുക്കൾ എന്നെ മൃഗീയമായി ഉപദ്രവിച്ചപ്പോൾ പോലും ഞാൻ ഇത്രത്തോളം വേദനിച്ചിട്ടില്ല. ഇരുമ്പു ചവണ കൊണ്ട് അവർ എന്റെ കാൽനഖങ്ങൾ ഓരോന്നായി പിഴുതെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആ കൊടുംചൂടിൽ ചുട്ടുപഴുത്ത ഇഷ്ടികകൾക്കിടയിൽ എന്റെ അനിയനെയും ചുമന്നുകൊണ്ട് നീ നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എന്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി. രാജ്യത്തിന് വേണ്ടി പോരാടാൻ എനിക്ക് ആയുധങ്ങളും സൈന്യവും വലിയൊരു രാജ്യത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ നീ ഈ ലോകത്തോട് മുഴുവൻ ഒറ്റയ്ക്കല്ലേ പൊരുതിയത്. സ്വന്തം വീട്ടുകാരും നാട്ടുകാരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും ഈ കണ്ണന് വേണ്ടി നീ സഹിച്ച ത്യാഗങ്ങൾക്ക് പകരമായി എന്റെ ഈ ജീവൻ തന്നാൽ പോലും മതിയാകില്ല ഭദ്രേ. സിദ്ധാർത്ഥിന്റെ വാക്കുകൾ കേട്ട് ഭദ്ര അവനെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചു. സകല വേദനകളും മറന്നൊരു ദൈവികമായ ചിരിയായിരുന്നു അത്. തന്റെ പരുക്കൻ കൈകൾ കൊണ്ട് അവൾ അവന്റെ കണ്ണുനീർ തുടച്ചു മാറ്റി. സ്നേഹം ഒരിക്കലും തോറ്റുകൊടുക്കില്ല സിദ്ധുവേട്ട, അവൾ മന്ത്രിച്ചു. നിങ്ങൾ തിരികെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ സ്നേഹം മരണത്തിന്റെ വായിൽ നിന്ന് പോലും നിങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ കണ്ണൻ, നിങ്ങൾ പോകുമ്പോൾ അവനെ ഞാൻ എന്റെ മൂത്ത മകനായി ഏറ്റെടുത്തതല്ലേ. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഈ നാടിനെ കാത്തു, ഞാൻ എന്റെ കൊച്ചു രാജ്യമായ ഈ വീടിനെയും കാത്തു. അത്രയല്ലേ ഉള്ളൂ. ആ വാക്കുകളിൽ ഒരു മഹാഭാരത യുദ്ധം ജയിച്ച പോരാളിയുടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഏത് അത്യാധുനിക ആയുധത്തെക്കാളും വലിയ ശക്തി സ്നേഹത്തിനും വിശ്വാസത്തിനുമാണെന്ന് അവൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. കാലം അവർക്ക് നൽകിയത് അതികഠിനമായ ഒരു പരീക്ഷണമായിരുന്നു. 5 വർഷം നീണ്ട കാത്തിരിപ്പ്, വിശപ്പ്, അപമാനം, കണ്ണുനീർ. എന്നാൽ ആ വലിയ പരീക്ഷണത്തിൽ വിജയം സ്നേഹത്തിൻ്റെതായിരുന്നു. യഥാർത്ഥ സ്നേഹം എന്നത് ഒരു കടലാസ് കഷ്ടത്തിനോ പണത്തിനോ ബാഹ്യ സൗന്ദര്യത്തിനോ അടിയറവ് പറയുന്ന ഒന്നല്ല എന്ന് ആ പെൺകുട്ടി തെളിയിച്ചു. ഇതൊരു സൈനികന്റെയോ അവന്റെ ഭാര്യയുടെയോ മാത്രം കഥയല്ല, തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ കഥയാണ്. ഏത് പ്രതിസന്ധിയിലും പരസ്പരം കൈവിടാതെ ചേർത്തു പിടിക്കാൻ തയ്യാറുള്ള മനുഷ്യരുള്ള കാലത്തോളം ഈ ഭൂമിയിൽ ആരും അനാഥരാകില്ല എന്ന വലിയ പാഠം കൂടിയാണിത്. സ്നേഹമുള്ളവർ കൂടെയുണ്ടെങ്കിൽ നരകത്തെ പോലും സ്വർഗമാക്കാൻ മനുഷ്യന് കഴിയും. രാത്രി കുറെ വൈകിയിരുന്നു. ഗ്രാമം മുഴുവൻ ഗാഠനിദ്രയിലായി. പുറത്ത് മരച്ചില്ലകളെ തഴുകിപ്പോകുന്ന കുളിർക്കാറ്റിന് അന്ന് പുതിയൊരു ഗന്ധമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും പൂർണ്ണതയുടെയും ഗന്ധം. മരണത്തെ അതിജീവിച്ച ആ ധീര സൈനികനും അപമാനങ്ങളെ അതിജീവിച്ച ആ ധീര വനിതയും അവരുടെ ജീവനായ കണ്ണനും വർഷങ്ങൾക്ക് ശേഷം ആ പഴയ തറവാട്ട് വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ കിടന്നു. അവരുടെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അവരെ കാത്ത് പ്രതീക്ഷകളുടെ ഒരു പുതിയ പുലരി വെളിച്ചത്തിന്റെ 1000 പൊൻകിരണങ്ങളുമായി കിഴക്കുതിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ആ മഹാകാവ്യം അവിടെ പൂർണ്ണമാവുകയായിരുന്നു.
സ്നേഹം എന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു വികാരമല്ല. അത് കാലത്തിന്റെ അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന, മരണത്തെ പോലും തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മഹാപ്രവാഹമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് പോരാടുന്ന യുദ്ധഭൂമിയിലല്ല, മറിച്ച് ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും നടുവിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി ചോരയൊഴുക്കുന്ന ഒരു സൈനികന്റെ ത്യാഗം എത്രത്തോളം മഹത്തരമാണോ, അതിനേക്കാൾ ഒട്ടും കുറവല്ല അവനു വേണ്ടി കാത്തിരിക്കുന്ന അവന്റെ ഉറ്റവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ ക്രൂരതകളോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു സ്ത്രീയുടെ ത്യാഗവും. വെടിയുണ്ടകൾക്കും ശത്രുവിന്റെ പീഡനങ്ങൾക്കും ഒരാളുടെ ശരീരത്തെ മാത്രമേ മുറിവേൽപ്പിക്കാനാകൂ. എന്നാൽ കാലവും സമൂഹവും നൽകുന്ന കുത്തുവാക്കുകളുടെയും അവഗണനയുടെയും മുറിവുകൾ ആഴത്തിൽ പതിക്കുന്നത് ഒരാളുടെ ആത്മാവിലാണ്. ബാഹ്യ സൗന്ദര്യത്തിലോ സമ്പത്തിലോ കടലാസ് ബന്ധങ്ങളിലോ അല്ല യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നത്. അത് പരസ്പരം കൈവിടില്ലെന്ന ഉറപ്പിലും എന്ത് ത്യാഗം സഹിച്ചും കൂടെ നിൽക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിലുമാണ്. ചുട്ടുപൊള്ളുന്ന തീച്ചൂളയിൽ ഉരുകിയൊലിക്കുന്ന വിയർപ്പിലും സ്വന്തം ഭർത്താവിന്റെ തളർന്നുപോയ അനുജനെയും പുറത്തുകെട്ടി ഒരു പെൺകുട്ടി നടത്തിയ ആ വലിയ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യസ്നേഹത്തിന്റെ അപാരമായ കരുത്തിനെ കുറിച്ചാണ്. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചു പോകാൻ 100 കാരണങ്ങൾ ഉണ്ടായിട്ടും അവരെ ചേർത്ത് പിടിക്കാൻ സ്നേഹമെന്ന ഒരൊറ്റ കാരണം മാത്രം മതി എന്ന് ഇത്തരം ജീവിതങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു. എത്ര വലിയ ഇരുട്ടാണെങ്കിലും പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ നമ്മെ താങ്ങി നിർത്താൻ, നമ്മെ വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് വലിയ കൊടുങ്കാറ്റിനെയും നമുക്ക് പുഞ്ചിരിയോടെ മറികടക്കാം. സ്നേഹം ഒരിക്കലും തോൽക്കുന്നില്ല. കാരണം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ കൂടെയുണ്ടെങ്കിൽ മനുഷ്യന് ഭൂമിയിലെ ഏത് നരകത്തെയും സ്വർഗമാക്കി മാറ്റാൻ കഴിയും. മനുഷ്യബന്ധങ്ങളുടെ ആഴവും അർത്ഥവും നിർണയിക്കപ്പെടുന്നത് അവർ അനുഭവിക്കുന്ന സുഖങ്ങളിലല്ല, മറിച്ച് സങ്കടങ്ങളിൽ അവർ എത്രത്തോളം പരസ്പരം കാവലാകുന്നു എന്നതിലാണ്. അതെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധവും ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും കലർപ്പില്ലാത്ത സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ലൈക്ക് തരാൻ മറക്കരുത്. ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.